നമുക്ക് ഇന്ന് താത്തൂന്റെ അച്ഛനെ കാണാമോ? ഹലോ ഗൈസ്, ഈ ഇറങ്ങി തൂങ്ങിയ പാത്തുനെ കൊണ്ട് നമ്മൾ നടക്കും. പാത്തുന്റെ അച്ഛനെ കാണാൻ രണ്ടുപിള്ളേരുടെ തള്ളിന്നുണ്ട്. എന്ത് കാര്യം കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മ പാത്തുന്റെ അച്ഛനെ ലുലുമാൾ എത്തിയിട്ട് ഇതുണ്ട് ലുലുമാൾ ബിസിനസ് കുറവേണ്ട അടച്ചിട്ടേക്കാണ്. അങ്ങനെ നമ്മ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം. ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് പോവാറില്ല. ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാത്തു ഇന്നലെയാണ് ഗൾഫിൽ നിന്നത്. അവിടെ എത്തിയപ്പോ തന്നെ അയൽവക്കാരെ കണ്ട് കെട്ടിപ്പിടിക്കലും കൊടുക്കില്ല. എനിക്ക് എന്താണ് സെന്റ് ചെയ്യാനൊന്നും കണ്ടിക്കാനിട്ടുള്ള കഴിവില്ലാത്തോണ്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ ആ പാത്തുന്റെ അച്ഛന്റെ വീട്ടിൽ വന്നപ്പോ സാധനം പാത്തുന്റെ എടുത്തായിരുന്നെങ്കിൽ ഇപ്പൊ പാത്തുന്റെ മോളിൽ എടുത്തണ്ടാ എന്ത് കിറ്റ്. അങ്ങനെ അച്ഛനെ കണ്ടപ്പോ തന്നെ അച്ഛൻ സർപ്രൈസ് ആയിട്ട് ഓടിണിച്ചത്. പിന്നെന്താണ് അങ്ങനെ തന്നെ വേഗം അടുക്കളയെ ഓടിക്കറി അമ്മനെ കണ്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ അമ്മയെ സർപ്രൈസ്. അങ്ങനെ തന്നെ അമ്മ എടുത്ത് രണ്ട് തള്ളുറഞ്ഞപ്പോഴേ പാത്തുന്നത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മോളെ കണ്ട സന്തോഷത്തിൽ അച്ഛന്റെ മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. കൂടുതൽ മരി മോനെ. പിന്നെ അച്ഛൻ എനിക്ക് മിൽക്കി ബാർ വാങ്ങി തന്നെ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അങ്ങനെ പാത്തുമ്മ സർപ്രൈസ് ആയിട്ട് അച്ഛന് ഫോൺ കൊടുക്കണം. അച്ഛൻ ശരിക്കും സർപ്രൈസ് ആയിട്ട് വിട്ടായി പോയി. ഹാപ്പിനെസ് ഇൻ ഹിസ് ഫേസ്. അത് ഭാവം ചോദിക്കണ എനിക്കാണെന്ന്. കാരണം അതിന് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെ ഫൈനലി ഹി അൺബോക്സ്ഡ് ഇറ്റ്. ആ സമയത്ത് ഞാൻ ജ്യൂസും കുടിച്ച് ഹാപ്പിയായോ? അത് കഴിഞ്ഞ എന്റെ അമ്മനായിട്ട് കുറച്ച് സ്നേഹപ്രകടനം. അപ്പോഴത്തേക്ക് അച്ഛൻ പോയി മാങ്ങ എത്തിക്കൊണ്ടുവന്നു. അങ്ങനെ മാങ്ങ നിന്ന് അപ്പഴാണ് അച്ഛൻ പറഞ്ഞ പുതിയ ഫോണിൽ ഞങ്ങൾ എന്റെ ഫോട്ടോ എടുക്കും. അങ്ങനെ അതെടുത്തെടുത്ത് അപ്പോഴാണ് പാത്തത് അതിന്റെ ഇടയ്ക്ക് കട്ടറും ബൈക്കണം. കുറച്ചേരം കഴിഞ്ഞപ്പോ അച്ഛന്റെ ഐസ്ക്രീം വാങ്ങിച്ചു, കുറെ ആപ്പിളും വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇനി അവിടെ ഇറങ്ങി അച്ഛന്റെ എയർപോർട്ടിൽ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. അമ്മ അകത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലടക്കാൻ പോകും. ഇവിടെ പോണെന്ന് പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കല് സെന്റ് അടിക്കും. അങ്ങനെ അവിടെ എല്ലാവരും ടാറ്റാ ബൈ പറഞ്ഞ് അങ്ങനെ ഇനി നേരെ വീട്ടിക്ക്. ശരി, എന്നൊക്കെ ബൈ ഫോളോ ആയിക്കോട്ടാ.